എഴുതിക്കോളൂ. ലഡ്കാ പഠ് രഹാ ഹെ, ലഡ്കി പഠ് രഹി ഹെ. ലഡ്കാ പഠ് രഹാ ഹെ, ലഡ്കി പഠ് രഹി ഹെ. ലഡ്കാ പഠ് രഹാ ഹെ മീൻസ് എന്താണ്? ആൺകുട്ടി പഠിച്ചുകൊണ്ടിരിക്കുന്നു. ലഡ്കാ പഠ് രഹാ ഹെ, ലഡ്കി പഠ് രഹി ഹെ, പെൺകുട്ടി പഠിച്ചുകൊണ്ടിരിക്കുന്നു. ഇനി അടുത്ത നെക്സ്റ്റ് പുല്ലിംഗ ബഹുവചനം എഴുതിയത് എന്താണ്? ലഡ്കെ പഠ് രഹേ ഹെ, ലഡ്കിയാ പഠ് രഹി ഹെ. ലഡ്കെ പഠ് രഹേ ഹെ എന്താണ് അർത്ഥം? ആൺകുട്ടികൾ പഠിച്ചുകൊണ്ടിരിക്കുന്നു. ലഡ്കിയാ പഠ് രഹി ഹെ, പെൺകുട്ടികൾ പഠിച്ചുകൊണ്ടിരിക്കുന്നു. എഴുതല്ലേ? നെക്സ്റ്റ് തും പഠ് രഹേ ഹോ, തും പഠ് രഹി ഹോ. നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്നു. തും പഠ് രഹേ ഹോ, തും പഠ് രഹി ഹോ. നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇത്രയാണ് താൽക്കാലിക വർത്തമാനകാലം. അപ്പോൾ വർത്തമാനകാലത്തിൽ ഒരു പ്രവൃത്തി നടന്നുകൊണ്ടിരിക്കുന്നു എന്ന് സൂചിപ്പിക്കാൻ വേണ്ടിയാണ് നമ്മൾ താൽക്കാലിക വർത്തമാനകാലം പ്രയോഗിക്കുന്നത്. അപ്പോൾ നമ്മൾ താൽക്കാലിക വർത്തമാനകാലം പഠിച്ചു കഴിഞ്ഞു. ഇനി നിങ്ങൾ ഓരോ എക്സാമ്പിൾ അടുത്ത ക്ലാസ്സിൽ ഒരു കാര്യം ചെയ്യാം. നിങ്ങൾ ഒരു എന്താണ് ഓരോ എക്സാമ്പിൾ എഴുതിക്കോളൂ. നമുക്ക് എക്സാമ്പിളായിട്ട് നിങ്ങൾ എഴുതിക്കൊള്ളുക. പൂരിപ്പിക്കാണ്. പോരാക്കരോ. ചോദ്യം ഇതാണ്. പോരാക്കരോ മീൻസ് എന്താണ്? പൂരിപ്പിക്കുക. പോരാക്കരോ, പോരാക്കരോ എന്താണ്? പൂരിപ്പിക്കുക. പോരാക്കരോ. ഓക്കെ, എഴുതിക്കൊള്ളൂ. ലഡ്കെ ലഡ്കെ പഠ് ഡാഷ്. ലഡ്കെ പഠ് ഡാഷ്. അപ്പോൾ നിങ്ങൾ ബാക്കിയുള്ളത് കംപ്ലീറ്റ് ചെയ്യുക. ഇനി അടുത്തത് ലഡ്കിയാ പഠ് ഡാഷ്. ലഡ്കിയാ പഠ് ഡാഷ്. അത് പൂരിപ്പിക്കുക. എഴുതിയോ? ലഡ്കിയാ പഠ് ഡാഷ്. ഇനി मैं പഠ് ഡാഷ്. मैं പഠ് ഡാഷ് പുല്ലിംഗം. പുല്ലിംഗം. ഇനി അതിൻ്റെ സ്ത്രീലിംഗം മേ പഠ് ഡാഷ്. സ്ത്രീലിംഗം. അപ്പോൾ രണ്ടെണ്ണം എഴുതും. ഇനി പുല്ലിംഗം സ്ത്രീലിംഗം. ഇനി അടുത്തത് ഇത്രയും മതി. യെസ്, ഇത് നിങ്ങൾ എഴുതി ഇത് പൂരിപ്പിച്ച് ഇതിപ്പോൾ നിങ്ങൾ ചോദ്യമാണ് എഴുതുക. നിങ്ങൾ ഉത്തരം എഴുതുമ്പോൾ എന്ത് ചെയ്യണം? സെൻറ്റൻസ് പൂർണ്ണമായിട്ടും എഴുതണം. എക്സാമിനേഷൻ ആണെങ്കിലും ഇങ്ങനെ നിങ്ങൾ എന്തെങ്കിലും പൂരിപ്പിക്കാനായിട്ട് എന്തെങ്കിലും കംപ്ലീറ്റ് ചെയ്യാനായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആ സെൻറ്റൻസ് കംപ്ലീറ്റ് എഴുതിയിരിക്കണം. അല്ലാതെ ഡാഷ് മാത്രം പൂരിപ്പിച്ച് എന്താണ് 26 എ എന്താണ് 26 എന്ന് എഴുതി രഹാഹു. ചില കുട്ടികൾ എഴുതി വയ്ക്കുന്ന രഹാഹു എന്നത് അങ്ങനെ എഴുതാനേ പാടില്ല. നിങ്ങൾ 20 അല്ലെങ്കിൽ 15ാമത്തെ ചോദ്യം 15 എന്ന് എഴുതിയിട്ട് എഴുതുക. അതിനുശേഷം എ അല്ലെങ്കിൽ ക എന്നിട്ട് അതിന് നേരെ ലഡ്ക എന്താണ് പഠ് രഹാ ഹെ ഫുള്ളായിട്ട്. ഇനി ആൻസർ വരുന്ന ഭാഗത്ത് അണ്ടർലൈൻ ചെയ്തിടുക. അത്രയും കൂടെ ചെയ്താൽ ഭംഗിയായി. ഇങ്ങനെയാണ് എക്സാമിന് ചെയ്യേണ്ടത്. അപ്പോൾ അതുപോലെ തന്നെയാണ് ഹോംവർക്ക് ചെയ്ത് അയച്ചു തരുമ്പോൾ ചെയ്യുന്നത്. പിന്നെ മറ്റു കാര്യം ഞാൻ പറഞ്ഞതാണ് ഫുൾ നെയിം, സ്റ്റാൻഡേർഡ് ഡിവിഷൻ, ഡേറ്റ്. ഇത്രയും കാര്യങ്ങൾ എഴുതിയിട്ട് വേണം ഫോട്ടോ എടുക്കാൻ. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പൂരിപ്പിച്ചു ഞാൻ ഹോംവർക്കായിട്ട്. ഇനി നമുക്ക് അടുത്തതായിട്ട് നോക്കാം. ഇനി നമുക്ക് പാഠഭാഗം കുറച്ചൊന്ന് നോക്കാം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എന്താണ് ഒരു പാരഗ്രാഫ് പഠിച്ചു കഴിഞ്ഞു. 2 ക്ലാസ്സുകളിലായിട്ട് ഒരു പാരഗ്രാഫ് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. പിന്നെ അതിൽ ഒരു ഡയറി ഞാൻ തന്നിരുന്നു. ഏതായാലും ചില കുട്ടികൾ നോക്കി അയച്ചിട്ടുണ്ട്. ഇനി എല്ലാവരും അത് അയച്ച് ഇതുപോലെ അയച്ചു തരാത്തവർ എല്ലാവരും ഡേറ്റും ഇതുപോലെ പേര്, സ്റ്റാൻഡേർഡ് ഡിവിഷൻ, ഡേറ്റ് ചെയ്യാത്ത ഫോട്ടോ എടുത്ത് അയച്ചു തരണം കേട്ടോ. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിപ്പിച്ചത് ഞാൻ ഒന്നുകൂടി ഒന്ന് വായിക്കാം. നിങ്ങളും ഒന്ന് വായിച്ചോളുക കൂടെ കേട്ടോ. ലഡ്ക ബാദൽ ലെസൻ്റെ പേരെന്താണ്? വീർ ബഹൂട്ടി പ്രഭാത കഹാനി. വീർ ബഹൂട്ടി പ്രഭാത കഹാനി. വീർ ബഹൂട്ടി എഴുതിയതാരാണ്? പ്രഭാത്.
ये विधा किस विधा में है, कहानी में है। इस लेखक का नाम, कहानीकार का नाम क्या है, प्रफाद। याद रखना चाहिए, എപ്പോഴും ഓർമ്മയുണ്ടാവും, എപ്പോൾ ചോദിച്ചാലും ഓർമ്മയുണ്ടാവും. വീർബഹൂട്ടി പ്രഫാദ കഹാനി പറഞ്ഞു കേട്ടോ, എപ്പോൾ ചോദിച്ചാലും ഓർമ്മയുണ്ടാവും. ഇപ്പോൾ എല്ലാവരും എനിക്ക് ഇതൊക്കെ സിമ്പിളാണ്, ഈസിയായിട്ട്. പക്ഷേ എക്സാമിനേഷന് ഇത് ഒരു പല കുട്ടികൾ എഴുതാറില്ല. അതാണ് വസ്തുത. അപ്പോൾ അത് നിങ്ങളിങ്ങനെ കൃത്യമായിട്ട് നോട്ട്ബുക്കിൽ എഴുതിയിട്ടുണ്ട്, അത് കൃത്യമായിട്ട് വായിച്ച് നോക്കണം. ലെസൺ വായിക്കുമ്പോൾ തന്നെ ഓർമ്മയിലുണ്ടാകും. വീർബഹൂട്ടി പ്രഫാദ കഹാനി. लेखक का कहानीकार का नाम है प्रफाद और कहानी, कहानी मीन्स कथा, स्टोरी. बादल बहुत बरस लिए थे, फिर भी बहुत सारा पानी उनमें बचा हुआ था. अब बादल बहुत बरस लिए थे, മഴ എന്താണ് പെയ്തു. फिर भी बहुत सारा पानी, എന്നിട്ടും വെള്ളം, മഴ പെയ്ത് കഴിഞ്ഞിരുന്നെങ്കിലും എന്നിട്ടും അവിടെ എല്ലാം വെള്ളമായിരുന്നു. നമുക്ക് പറയാം, മഴ കഴിഞ്ഞാലും എല്ലായിടത്തും വെള്ളമായിരിക്കും. അതുപോലെ തന്നെ വേ ഖേത്തോ ജംഗലമൊക്കെ ഊപ്പർ ചായ പോയി, എല്ലായിടത്തും കൃഷിസ്ഥലത്തും മറ്റെല്ലായിടത്തും വെള്ളം ഇങ്ങനെ കിടക്കുകയാണ്, കെട്ടിക്കിടക്കുന്നു. ഒഴിപോലെ ചിലടത്ത് ഇങ്ങനെ കാണാൻ നനഞ്ഞൊലിച്ചിരിക്കുന്നു. പിന്നെ എന്താണ്, പിന്നെ ഖേത്തോ ജംഗലോ വനത്തിലും എല്ലായിടത്തും കാണാം. സാര ആകാശ് മേഘോം സെ പരാത്ത, ആകാശം മുഴുവൻ മേഘാവൃതമായിരിക്കുന്നു. മേഘോങ്കി ഛായാവും ഗീലി ഹവായി ഇത്തരത്തിൽ കുമരഹീതി, മേഘോങ്കി ഛായാവമേ എന്താണ്, ഗീലി ഹവായെ തണുത്ത കാറ്റ് വീശിക്കൊണ്ടിരിക്കുന്ന ഇടയ്ക്ക്. പേടമൊക്കെ തന്നെ അഭിവി ഗീലേത്തെ, വൃക്ഷശിഖരങ്ങൾ, തായ്തണ്ട് എല്ലാം, വൃക്ഷങ്ങളെല്ലാം നനഞ്ഞൊലിച്ചിരിക്കുന്നു. അത്രയേ ഉള്ളൂ. മരങ്ങളെല്ലാം എന്താണ്, നനഞ്ഞൊലിച്ചിരിക്കുന്നു. മൂങ്ഫലിയൊക്കെ ഹരേ ഖേത്തോമേ ഗീലേ ഫൂൽ അഭിവി ഗീലേത്തെ, നല്ല എന്താണ്, മഞ്ഞപ്പൂക്കൾ, കൃഷിസ്ഥലത്ത് നല്ല മഞ്ഞപ്പൂക്കൾ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നു. ഖേത്തോമേ ചോട്ട ചോട്ട ബാജര ഉഗാത്ത, ചോളം ഉണ്ട്. ബാജരയ്ക്ക് ലംബേ പതേ പാത്തോമേ പാനിക്ക് ബൂന്തേം അക്കി ഹുയിത്തി. അപ്പോൾ എന്താണ്, നമുക്ക് ഇലകളിൽ എന്താണ് ഈ വെള്ളം, മഴത്തുള്ളികൾ കാണാനായിട്ട് സാധിക്കും. ബാരിഷ് കി ഹവാമേ ഗീലെ ഖേത്തോം और बारिश की हरियाली की गंध खुली हुई थी. बारिश की हवाമേ ഈ തണുത്ത കാറ്റ് വീശുന്നുണ്ട്. പിന്നെ കൃഷിസ്ഥലത്ത് എന്താണ്, നല്ല ഹരിതാപമായ പച്ച നിറഞ്ഞ പ്രദേശമാണ്. അവിടെ ഒരു കൃഷിയുടെ ഒരു ഗന്ധം. ഇപ്പോൾ നെൽകൃഷിയാണെന്ന് പറയാം. പാടുന്ന കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞാൽ ആ കൃഷിസ്ഥലത്ത് ചെന്നാൽ എന്താണ്, അതിൻ്റെ ഒരു നെല്ലിൻ്റെ ഒരു പ്രത്യേക സൗരഭ്യം ഉണ്ടാവും. പിന്നെ പച്ചക്കറി ഉള്ള പച്ചക്കറി തോട്ടത്തിലാണെങ്കിലോ അതിൻ്റെ ഒരു ഗന്ധം ഉണ്ട്, തീർച്ചയായിട്ടും കാണും. ഇപ്പോൾ വഴുതനങ്ങ തന്നെ എടുക്കുന്നു, അതിൻ്റെ ഒരു ഗന്ധം. പിന്നെ വെണ്ടയ്ക്ക, അത് അതിൻ്റെ ഒരു പ്രത്യേക ഗന്ധം. പിന്നെ എന്താണ്, തക്കാളി, എല്ലാ ഒരു പച്ചക്കറിയുടെ ഒരു ഗന്ധം ആ തോട്ടത്തിൽ ഉണ്ടാവും. ആ പൂന്തോട്ടമാണെങ്കിലും പച്ചക്കറി തോട്ടമാണെങ്കിലും ഇനി നെൽകൃഷിയാണെങ്കിൽ എന്താണെങ്കിലും ചോളമാണെങ്കിലും ഗോതമ്പ് എന്താണെങ്കിലും അവിടെ ഉണ്ടാവും അല്ലേ. അത് ആണ് ഇവിടെ കഥാകൃത്ത് പറയുന്നത്. അവിടെ ഒരു എന്താ നല്ല പച്ചപ്പട്ട് പോലെ കിടക്കുന്ന പാടശേഖരങ്ങൾ, അവിടെ നല്ല മഴ പെയ്തപ്പോൾ നല്ല ഈ നെൽകൃഷിയുടെ ചോളത്തിൻ്റെ ഒക്കെ കൃഷിയുടെ സൗരഭ്യം ആ കാറ്റിൽ ഇവർക്ക് കിട്ടി, ഈ കുട്ടികൾക്ക്. ഓക്കെ, ഇനി നെക്സ്റ്റ് പാരഗ്രാഫ്. ഉനേം വീർ ബഹൂട്ടിയോം സെ മിൽന ഹോത്താ താ. ഉനേം വീർ ബഹൂട്ടിയോം സെ മിൽന ഹോത്താ. കിനേം, ആർക്ക്? അവിടെ ലേഖൻ്റെ അവിടെ കഥാപാത്രങ്ങളുടെ പേര് ഇതുവരെ പറഞ്ഞോ? ഇല്ല. അവർക്ക് വീർ ബഹൂട്ടിയോം സെ മിൽന ഹോത്താ താ. വീർ ബഹൂട്ടി മീൻസ് എന്താണ്? ചുവന്ന ഒരിനം ജീവിയാണ്. ചുവന്ന നിറത്തിലുള്ള ഒരു ചെറിയ ജീവിയാണ് ഈ വീർബഹൂട്ടി. ഈ വെള്ളത്തിൽ മഴക്കാലത്തൊക്കെ നമ്മൾ പാടശേഖരങ്ങളിൽ പോവുകയാണെങ്കിൽ ചിലപ്പോൾ കാണാനായിട്ട് ഒക്കെ സാധിക്കും ചുവന്ന ജീവികൾ, ചെറിയ ജീവികൾ. പ്രത്യേകിച്ച് ഈ നെൽപ്പാടങ്ങളിൽ ഇതിങ്ങനെ കാണാനായിട്ട് പല ജീവികളെ നമുക്ക് കാണാനായിട്ട് സാധിക്കും അല്ലേ. ഈ ചെറിയ ജീവികളൊക്കെ മഴക്കാലത്ത് പ്രത്യേകിച്ച് ഈ വെള്ളത്തിലൂടെ ഓടിക്കളിച്ചിങ്ങനെ നടക്കുന്നത് കാണാനായിട്ട് പല ജീവികൾ, ചെറിയ ജീവികൾ. അപ്പോൾ അങ്ങനെയുള്ള ഈ ചെറിയ ചുവന്ന നിറത്തിലുള്ള ഒരു ജീവിയാണ് എന്ത്? വീർബഹൂട്ടി. ഓക്കെ, ഉനേം വീർബഹൂട്ടിയോം സെ മിൽന ഹോത്താ താ. ഉനേം, ഹിനേം, കഥാപാത്രങ്ങളുടെ പേര് ഇനി പറയുന്നേ ഉള്ളൂ. അപ്പോൾ ഉനേ വീർബഹൂട്ടിയോം സെ മിൽന ഹോത്താ താ. വീർബഹൂട്ടിയെ കാണേണ്ടിയിരുന്നു അവർക്ക്. സേ മിൽന, അങ്ങനെ ഒരു പ്രയോഗം നമ്മൾ കണ്ടു. സേ മിൽന മാസ്റ്ററെ കണ്ടു.
അപ്പോൾ ഈ സെയിം ഇല്ല എന്ന് പറഞ്ഞാൽ കാണുക എന്നൊരർത്ഥമുണ്ട് കേട്ടോ. സെയിം ഇല്ല, കാണുക എന്നൊരർത്ഥമുണ്ട്, സെയിം ഇല്ല എന്ന് കേട്ടോ. ബീർബകുട്ടിയെ കാണേണ്ടതുണ്ടായിരുന്നു. സോ വേ സ്കൂൾ के लिए घर से कुछ समय पहले निकल आते थे. അപ്പോൾ ഈ കൊച്ചു കുട്ടികൾ 5ാം ക്ലാസ്സിലെ കുട്ടികളാണ്. അപ്പോൾ അവരുടെ കയ്യിൽ ചെറിയ കുസൃതികളൊക്കെ കാണും അല്ലേ? 10ാം ക്ലാസ്സിലെ കുട്ടികളുടെ കയ്യിലുണ്ട്, പിന്നെയാണ് ഈ 5ാം ക്ലാസ്സിലെ കുട്ടികളുടെ കയ്യിൽ. ഈ 5ലെ കൊച്ചു കൂട്ടുകാരെന്ത് ചെയ്തു? നല്ല ചുവന്ന ജീവികളെ കാണാൻ ഇവന്മാർ എന്ത് ചെയ്തു? കാലേ കൂട്ടി നല്ല 10 മണിക്കാണ് 9:30ക്കാണ് സ്കൂളിൽ എത്തേണ്ടത്, 9:30ക്ക് എത്തിയാണ്. അതിന് ഇവന്മാരെന്ത് ചെയ്തു? 8 മണിക്ക് എൻ്റെ വീട്ടിൽ നിന്ന്. അപ്പോൾ ചിലപ്പോൾ പേരൻസിനോടൊക്കെ എന്തെങ്കിലും നേരത്തെ പോട്ടെ, കുട്ടികൾ നടന്നു വേണ്ടേ പോകാൻ, അന്ന് ചിലപ്പോൾ അവരെ ബസ്സിൽ നിന്ന് ആയിരിക്കും നടന്നായിരിക്കും പോരുന്നത്. അപ്പോൾ അതുകൊണ്ട് അവർ 8 മണിക്ക് തന്നെ വീട്ടിൽ നിന്ന് പൊതിച്ചോറൊക്കെ ആയിട്ട് ബാഗ് ഒക്കെ ആയിട്ട് ഇങ്ങനെ പോരുകയാണ്. 2 കുട്ടികളുണ്ട്, അവരും പോരുകയാണ്. അപ്പോൾ ഇവിടെ പ്ലാൻ എന്താണ്? ഈ നെൽപ്പാടങ്ങളിലൂടെ ഈ വരമ്പിലൂടെയാണ് പോകുന്നത്. ഇപ്പോൾ വരമ്പ് എന്നൊക്കെ പറഞ്ഞാൽ അറിയാമോ നിങ്ങൾ? നെൽപ്പാടങ്ങളിൽ ഈ നമുക്ക് നടക്കാനായിട്ട് നടക്കുന്ന ആ പാത്ത്സ്, ഫുട്പാത്ത് എന്ന് നമുക്ക് ഈ റോഡ് സൈഡിൽ ഫുട്പാത്ത് എന്ന് പറയുന്നത് അല്ലേ? അതുപോലെ ഒരു വഴിയാണ് ഈ പാടശേഖരങ്ങൾ, വരമ്പ്. കണ്ടിട്ടുണ്ടോ? പാടശേഖരങ്ങൾ കണ്ടിട്ടുണ്ടോ? കുറച്ച് കുട്ടികൾക്ക് അറിയായിരിക്കും, ചില കുട്ടികൾക്ക് അറിയാൻ പാടില്ലാത്തവരും ചിലപ്പോൾ കാണും. ഇനി നിങ്ങൾ ശ്രദ്ധിക്കണം, നിങ്ങളുടെ അടുത്തൊക്കെ കാണും കേട്ടോ. ഇനി നിങ്ങൾ കൃഷിസ്ഥലത്ത് ഒക്കെ നിങ്ങൾ ഇപ്പോൾ ഈ ലോക്ക്ഡൗൺ ആണെങ്കിലും കൃഷിസ്ഥലത്തൊക്കെ പോകുന്നതിനൊന്നും കുഴപ്പമൊന്നുമില്ല, അതിലൊന്നുമില്ല. അവിടെ വേറെ ആൾക്കാർ കൂട്ടങ്ങളൊന്നുമില്ല. അപ്പോൾ നിങ്ങൾ കൃഷിസ്ഥലത്തൊക്കെ ഇറങ്ങി നിങ്ങൾക്ക് ഇപ്പോൾ നിങ്ങളുടെ അല്ലെങ്കിൽ കൂടി അവിടെ പാടശേഖരത്തിൽ നിന്ന് ഇറങ്ങി നോക്കുന്നുണ്ട്, വേറെ ആളുകളൊന്നുമില്ല, അപ്പോൾ വേറെ പ്രശ്നമില്ല. അപ്പോൾ ഒന്ന് ഇറങ്ങി നോക്കുകയും പരിസ്ഥിതിയൊക്കെ അതുപോലെ പ്രകൃതിയുമായിട്ട് ഒരു എന്താണ് ഒരു ലയിക്കൽ, പ്രകൃതിയുടെ മനോഹാരിത, പ്രകൃതി ആസ്വാദനം, ഇതെല്ലാം പഠനത്തിൻ്റെ ഒരു ഭാഗമാണ് അല്ലേ? നേച്ചർ ക്ലബ്ബൊക്കെ നമുക്കുണ്ട്. അപ്പോൾ അത് പ്രകൃതി ഒന്ന് എന്താണ് ഈ നെൽപ്പാടങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താണ്? പാടശേഖരങ്ങളുടെ അടുത്ത് കാണും, അവിടെ ചെന്ന് നോക്കണം. അപ്പോൾ മഴ പെയ്യുമ്പോഴൊക്കെ ഇങ്ങനെ ഇറങ്ങി നോക്കുക, അവിടെയൊക്കെ ചൂടിയെന്ന് ഇങ്ങനെ അല്ലേ? അതൊരു പ്രത്യേകതയാണ്. അപ്പോൾ അവിടെ എന്താണ് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ അവിടെയൊക്കെ നിങ്ങൾ പഠിക്കുക, അതെല്ലാം പഠനത്തിൻ്റെ ഭാഗം തന്നെയാണ്. അപ്പോൾ ഇവിടെ ഈ കുട്ടികൾ 8 മണിയായപ്പോൾ ഇവിടുന്ന് ഇറങ്ങി എന്ന് വിചാരിക്കുക. നേരത്തെ തന്നെ ഈ ബീർബകുട്ടിയെ കാണാനായിട്ട് ഇറങ്ങി. നിങ്ങൾ ചിലപ്പോൾ ഇങ്ങനെ വീട്ടിൽ നിന്ന് ചിലപ്പോൾ അല്ലേ കൂട്ടുകാരൊക്കെ നേരത്തെ വരാമെന്നൊക്കെ പറഞ്ഞ് വർത്തമാനമൊക്കെ പറഞ്ഞ് പോരാന്നുള്ള പ്ലാനിൽ ചിലപ്പോൾ വീട്ടിൽ നിന്ന് അങ്ങനെയൊക്കെ ഇറങ്ങാറുണ്ട് അല്ലേ? ചിലപ്പോൾ ഇറങ്ങാം. അപ്പോൾ ഇവിടെ ഈ കൂട്ടുകാരെന്ത് ചെയ്തു? ഇവർ വീട്ടിൽ നിന്ന് ഒരു 8 മണിയായപ്പോൾ ഇറങ്ങി. 8 മണിയായിട്ട് ഇറങ്ങിയാലും അവരെങ്ങനെയാണ് പോകുന്നത്? 9:30 കഴിയും സ്കൂളിലെത്തുന്നു. കാരണം ഇങ്ങനെ സാവധാനം നടന്ന് അവിടെ സസ്യജാലങ്ങളോടൊക്കെ വർത്തമാനം പറഞ്ഞ് കൂട്ടുകൂടി അവർ പോരുന്ന 5ാം ക്ലാസ്സിലെ കുട്ടികൾ കേട്ടോ. അതാണ് ഉന്നെ ബീർബകുട്ടിയോം സേ മില്ലാൻ ഹോത്താത്ത. ഈ ബീർബകുട്ടി എന്ന ചുവന്ന ജീവി, ആ ജീവികളെ കാണാനായിട്ട് വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്, വളരെ രസപ്രദമായതുകൊണ്ട് അവർ നേരത്തെ തന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങി. और सो वे स्कूल के लिए घर से कुछ समय पहले निकल जाते थे. അപ്പോൾ അതുകൊണ്ട് വീട്ടിൽ നിന്ന് അവർ കുറേ നേരം മുമ്പേ തന്നെ ഇറങ്ങി. कस्बे से सड़े इन खेतों में बीरबहुटियां खोजा करते थे. कस्बे से सटे इन खेतों में. ഇവരുടെ അടുത്ത് ചെറിയ ഒരു പട്ടണം, ചെറിയ പട്ടണം എന്ന് പറഞ്ഞാൽ നമ്മളെന്താണ് നമ്മുടെ ഉടുമ്പന്നൂർ സിറ്റി എന്നൊക്കെ നമ്മൾ പറയാം. ഉടുമ്പന്നൂർ സിറ്റി എന്നല്ലേ? ഉടുമ്പന്നൂർ സിറ്റി നമ്മുടെ ഗ്രാമത്തിലെ ഏറ്റവും വലിയ സിറ്റിയാണെന്ന് ഉടുമ്പന്നൂർ പഞ്ചായത്ത്, അവിടെ സിറ്റി, ഇതെല്ലാം ഉടുമ്പന്നൂർ നമ്മുടെ അടുത്ത പ്രദേശത്തെ സിറ്റിയാണ്. ഇനി അതിനും അടുത്ത് മറ്റൊരു നിങ്ങൾ ചിലപ്പോൾ ഉടുമ്പന്നൂർ ആ സിറ്റിയുടെ അടുത്തായിരിക്കില്ല, നിങ്ങളുടെ അടുത്ത് വേറെ അതിലും ചെറിയ സിറ്റി കാണും അല്ലേ? എന്താണ് കുട്ടപ്പൻ കവല എന്ന് പറയുന്നത് നമ്മുടെ സ്കൂളിൻ്റെ അടുത്ത് ഒരു ജംഗ്ഷനാണ് അല്ലേ? കുട്ടപ്പൻ കവല. അപ്പോൾ അവിടെയും 1-2 കടകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അപ്പോൾ അതും എന്താണ് ചെറിയൊരു സിറ്റി എന്ന് നമ്മൾ എന്താണ് നമ്മൾ പറയാം, സിറ്റിക്കാരിൽ സാധാരണ പറയുന്നല്ലേ? അപ്പോൾ 1-2 കടകളൊക്കെ അവിടെയും കാണും, അതൊരു ചെറിയ സിറ്റിയാണ്. അപ്പോൾ ചെറിയ പട്ടണം, ഈ കസ്ബ മീൻസ് ചെറിയ പട്ടണം എന്നാണ്. അതല്ല 2-3 കടയൊക്കെ കാണുകയുള്ളൂ. അപ്പോൾ അത് ചെറിയ പട്ടണം, കസ്ബ ചെറിയ പട്ടണമാണ്. അപ്പോൾ ആ ചെറിയ 2-3 കടകളുള്ള ആ സ്ഥലത്തോട് ചേർന്ന്
ഇൻ ഖേത്തോമേ കൃഷിസ്ഥലമുണ്ട്, വലിയ പാടശേഖരങ്ങളുണ്ട്. ഖേത്തോമേ ബീർ ബഹൂട്ടിയ കോജ കത്തേ. അപ്പോൾ ആ കടകളൊക്കെ 2-3 കടകളുണ്ട്. ആ കടയോട് ചേർന്ന് കുറച്ച് അങ്ങോട്ട് മാറുമ്പോൾ ഒരു പാടശേഖരം കാണാനായിട്ട് സാധിക്കും. അതാണ് ഇവിടെ പറഞ്ഞത്. കസ്ബേസെ സട ഇൻ ഖേത്തോം, സട ചേർന്ന് കിടക്കണം. കസ്ബ ചെറിയ പട്ടണം, ഖേത്തോമേ കൃഷിസ്ഥലങ്ങൾ, അവിടെ ബീർ ബഹൂട്ടിയ കോജ കത്തേ. ആ ബീർ ബഹൂട്ടിയ ചുവന്ന ജീവികളെ എവിടെ കാണാനായിട്ട് സാധിക്കും? ഈ പാടശേഖരത്ത് കോജ കത്തേ. അവർക്ക് അത് ഗവേഷണം നടത്തണം, ഖോജിനെ അന്വേഷിക്കേണ്ടിയിരുന്നു. അപ്പോൾ ഈ പാടശേഖരങ്ങളിൽ ഇവർക്ക് ഈ ജീവികളെ കാണാൻ വേണ്ടി അവർ നേരത്തെ വീട്ടിൽ നിന്ന് ഇറങ്ങി. സുഖ് മുലായം ഗദ്ബദി ബീർ ബഹൂട്ടിയ. നല്ല ചുവന്ന നിറമുള്ള സുഖ് മുലായം ഗദ്ബദി ബീർ ബഹൂട്ടിയ, മനോഹരമായിട്ട് നിറമുള്ള നല്ല ബീർ ബഹൂട്ടി. ധർത്തി ഫർ ചൽത്തി ഫിർത്തി ഖൂൻ കി പ്യാരി പ്യാരി ബൂന്തേ. അപ്പോൾ നല്ല മനോഹര നിറത്തിലുള്ള ആ ബീർ ബഹൂട്ടി അവരെ കണ്ടു. ധർത്തി ഫർ അപ്പോൾ എന്താണ്? ഭൂമിയിൽ ചൽത്തി ഫിർത്തി ഖൂൻ കി പ്യാരി ബൂന്തേ. അപ്പോൾ ഈ ബീർ ബഹൂട്ടിയെ കണ്ടാൽ എന്താണ്? കൃഷിസ്ഥലത്ത് എന്താണ്? രക്തത്തുള്ളികൾ കിടക്കുന്നതായിട്ട് ചിലപ്പോൾ അത്രയ്ക്ക് ചുവന്ന നിറമാണ് ഈ ജീവികൾ. അത് പെട്ടെന്ന് അങ്ങനെ തോന്നുമെന്ന് ഈ ജീവികളെ കണ്ടാലേ. ധർത്തീപ്പർ ആ മണ്ണിൽ ചൽത്തീപ്രതി അതേ ഈ രക്തത്തുള്ളികൾ കിടക്കുന്ന പോലെ തോന്നും ഈ ജീവികൾ ഇങ്ങനെ കിടക്കുന്ന കണ്ടാൽ ഈ പാടശേഖരത്തിൽ. പ്യാരി പ്യാരി ബൂന്തേ ഉൻകെ ബസ്തെ ഉൻകി पीठ पर लदे होते थे, कंधों पर टंगे होते थे. वे एक उनके कंधे पर टंगे होते थे. वे एक दूसरे के बहुत नजदीक रहकर, बल्कि कहना चाहिए बिल्कुल सटकर बीर बहूटियाँ खोजते थे. उन्हें देखने के लिए वे बारिश की गंध फरी पूरी जमीन पर बैठ जाया करते थे. अब उनके बस्ते उनकी पीठ पर लदे होते थे, कंधों पर टंगे होते. അപ്പോൾ തോളിൽ എന്താണ് വലിയ ബാഗൊക്കെ ഉണ്ട്. വേഗ് ദൂസരേക്ക് ബഹുത് നസ്ദീക്ക് രേഖണം. ഒരാൾ മറ്റൊരാളുടെ അടുത്താണ് താമസിച്ചിരുന്നത്. ബൽക്കി കഹന ചറിയേക്ക് ബിൽക്കുൽ സടുക്കർ ബീർ ബഹൂട്ടിയ പോയിട്ടേ. കഹന ചറിയെ ബിൽക്കുൽ സടുക്കർ ബീർ ബഹൂട്ടിയ പോയിട്ട് ഈ 2 കുട്ടികൾ ഒന്നിച്ച് ചേർന്ന് ഈ ബീർ ബഹൂട്ടി ജീവികളെ അന്വേഷിച്ചിരുന്നു. ഉന്നേ ദേഖനെ കെ ലിയേ वे बारिश की गंध भरी पूरी जमीन पर बैठ जाया करते थे. അപ്പോൾ ഈ ചുവന്ന ജീവികളെ അന്വേഷിക്കാൻ കാണാൻ വേണ്ടി ഈ 2 കുട്ടികൾ എന്ത് ചെയ്തു? ഈ കുട്ടികൾ പേര് പറയുന്നില്ല. ഈ കുട്ടികൾ ദേഖനെ കെ ലിയേ അവരെ കാണാൻ വേണ്ടി ഈ മഴയുടെ ഗന്ധമുള്ള, മഴ പെയ്ത് ജസ്റ്റ് അങ്ങ് നിന്നതേ ഉള്ളൂ. ഇപ്പോൾ മഴ പെയ്ത് ജസ്റ്റ് അങ്ങ് നിന്നു. അപ്പോൾ അവിടെ എന്താണ്? വെള്ളം കാണും, ചെളി കാണും, എല്ലാം നനഞ്ഞൊലിച്ചിരിക്കുന്നു, വെള്ളം ഒഴുകിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെയുള്ള ആ സാഹചര്യത്തിൽ ആ പാടശേഖരത്ത് എന്താണ്? ആ നല്ല മഴയുടെ ഗന്ധമുള്ള ആ പാടശേഖരത്ത് എന്ത് ചെയ്യണം? നെൽപ്പാടങ്ങളിൽ എന്താണ്? അവരവിടെ അങ്ങ് ഇരുന്നു. സെമീൻപർ പൈക്ക് അവിടെ മണ്ണിലങ്ങ് ഇരുന്നു അവർ. ഈ ചുരുക്കം എന്താണ്? നമുക്ക് സംക്ഷിപ്തമായിട്ട് പറഞ്ഞാൽ എന്താണ്? ആ മഴ അവിടെ ചെളി പുരണ്ട് നനഞ്ഞൊലിച്ച് കിടക്കുന്ന ചെളിവെള്ളം കിടക്കുന്ന ആ മണ്ണിൽ ഈ 2 കുട്ടികൾ അവിടെ അങ്ങ് ഇരുന്നു. എന്തിനു വേണ്ടി? ഈ ബീർ ബഹൂട്ടിയെ ഒന്ന് കണ്ടു കളയാം, അവിടെ ഇരുന്ന് ഒന്ന് സസൂക്ഷ്മം നിരീക്ഷിക്കാം എന്ന് വിചാരിച്ച് ആ മണ്ണിൽ തന്നെ കുട്ടികളങ്ങ് ഇരുന്നു. കൊച്ചുകുട്ടികളല്ലേ, അപ്പോൾ എവിടെയും അവിടെ പടിഞ്ഞ് അങ്ങോട്ട് ഇരിക്കും അല്ലേ? കുട്ടികളുടെ സ്വഭാവം അങ്ങനെയാണ്. കൊച്ചുകുട്ടികൾ അവിടെ അങ്ങ് ഇരിക്കും. അവരവിടെ യൂണിഫോം നോക്കിയില്ല, വെറുതെ എല്ലാം ഇരുന്നപ്പോൾ ചെളിയൊക്കെ കംപ്ലീറ്റ് ചെളിയായിരിക്കും. അപ്പോൾ അവിടെ അങ്ങ് ഇരുന്ന് ഉറപ്പിച്ച് ആ മണ്ണിലങ്ങ് ഇരിക്കുകയാണ് ആ കുട്ടികൾ. അപ്പോൾ ഇരുന്ന് ആ ബീർ ബഹൂട്ടിയെ, ആ ചുവന്ന ജീവികളെ നോക്കിക്കൊണ്ട് ഇരിക്കുന്നു. उन्हें देखने के लिए
वे बारिश की गंध भरी पूरी जमीन पर बैठ जाया करते थे. ഇവിടെ സെമീൻ എന്ന് പറയുന്നത് മണ്ണിൽ എന്നുള്ള അർത്ഥം നമുക്ക് മണ്ണിലങ്ങ് ഇരുന്നു. മണ്ണിലിരുന്നു. അപ്പോൾ ഇനി ഞാൻ ഒന്നുകൂടി ഈ പാരഗ്രാഫ് ഒന്ന് വായിക്കാം. उन्हें वीर बहूटियों से मिलना होता था, सो वे स्कूल के लिए घर से कुछ समय पहले निकल आते थे. कस्बे से सटे इन खेतों में वीर बहूटियाँ खोजा करते थे. सुर्ख मुलायम गदबरी वीर बहूटियाँ धरती पर चलती फिरती खून की प्यारी प्यारी बूंदे उनके बस्ते उनकी पीठ पर लदे होते थे, कंधों पर टंगे होते थे. वे एक दूसरे के बहुत नजदीक रहकर, बल्कि कहना चाहिए बिल्कुल सटकर वीर बहूटियाँ खोजते थे. उन्हें देखने के लिए वे बारिश की गंध भरी पूरी जमीन पर बैठ जाया करते थे. അപ്പോൾ ഇന്ന് നമുക്ക് ഇതിൽ കഴിഞ്ഞ ദിവസം ഞാൻ ഒരു ഡയറി എഴുതാൻ തന്നിരുന്നു. അപ്പോൾ ഡയറി എഴുതുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്ന് നമ്മൾ കഴിഞ്ഞ ദിവസം എഴുതി തരും. ഇനി എഴുതിയില്ലെങ്കിൽ എഴുതാത്ത കുട്ടികളൊന്ന് നോട്ട് ചെയ്തുക. ഡയറി എന്ന് ഹെഡിങ് കൊടുത്തു. ഡയറി എന്ന് ഹെഡിങ് എഴുതിക്കോളൂ. ഡയറി തയ്യാറാക്കുമ്പോൾ നമുക്ക് അറിയാൻ വേണ്ടി മാത്രം ഒന്ന് ഷോർട്ട് നോട്ട് എഴുതുന്ന കേട്ടോ. ഇങ്ങനെ ഒരു എഴുതേണ്ട ആവശ്യമില്ല. നമുക്ക് ഒന്ന് ഈസി ആയിക്കോട്ടെ എന്ന് വിചാരിച്ച് പറഞ്ഞു തരുന്നതാണ്. ഇങ്ങനെ മലയാളത്തിൽ സാധാരണ നോട്ട്സ് തരാറില്ല ഹിന്ദി ക്ലാസ്സുകളിൽ. നിങ്ങൾ നന്നായിട്ടൊന്ന് ഓർത്തിരുന്നോട്ടെ എന്ന് വിചാരിച്ച് ഇപ്പം മലയാളത്തിൽ തരുന്നതാണ്. ഓക്കെ, അപ്പോൾ എഴുതുക. ഡയറി തയ്യാറാക്കുമ്പോൾ തീയതിയും ദിവസവും ചേർക്കണം. ഡയറി തയ്യാറാക്കുമ്പോൾ കഴിഞ്ഞ ദിവസം എഴുതാൻ തുടങ്ങുക. ഡയറി തയ്യാറാക്കുമ്പോൾ തീയതിയും ദിവസവും ചേർക്കണം. മേയും അതിൻ്റെ വിവിധ രൂപങ്ങളും കർത്താവായി പ്രയോഗിക്കുന്നു. മേ രണ്ട് രേഖയും ബിന്ദു ഉണ്ട് കേട്ടോ. കഴിഞ്ഞ ദിവസം പറഞ്ഞാൽ രണ്ട് രേഖയും ബിന്ദു. മേ സബ്ജക്റ്റ് ഞാൻ. മേയും അതിൻ്റെ വിവിധ രൂപങ്ങളും കർത്താവായി പ്രയോഗിക്കുന്നു. ബ്രാക്കറ്റ് എഴുതിക്കോളൂ. മേര, മേരെ, മേരി, मुझको, मुझसे, मुझ पर, मुझ में, मैंने. ഒന്നുകൂടി പറയാം. മേര, മേരെ, മേരി, मुझको, मुझसे, मुझ पर, मुझ में എന്ന് പറയുമ്പോൾ ആ മേയെ ഒരു രേഖയും ബിന്ദുവാണ് കേട്ടോ. ഒരു രേഖയും ബിന്ദുവുള്ളൂ. മുച്ചുമേ എന്നിൽ. മുച്ചുമേ മേനെ അവിടെ മാറ്റമില്ല. മേനെ അവിടെ മേനെ മേ എന്നുള്ളത് എന്താണ്? രണ്ട് രേഖയും ബിന്ദുവാണ് ആ മേനെ കേട്ടോ. മേനെ രണ്ട് രേഖയും ബിന്ദു. മേ പ്ലസ് നെ മേനെ. ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തോളൂ. ഇവ കർത്താവായിട്ട് പ്രയോഗിക്കും. ഇനി ഡയറി ഭൂതകാലത്തിൽ തയ്യാറാക്കുന്നു. മിക്കവാറും ഡയറികൾ ആണ് ഭൂതകാലത്തിൽ. ഇനി അല്ലാത്തതുകൊണ്ട്
എങ്കിലും നമുക്ക് ഏതാണ്ട് 95% ഡയറി നമ്മൾ തയ്യാറാക്കുന്നത് എന്താണ് ഈ പാസ്റ്റ് ടെൻസിലായി. ഡയറി ഭൂതകാലത്തിൽ തയ്യാറാക്കുന്നു. ചതുരം വരയ്ക്കുന്നു. ഇത് നിങ്ങൾക്ക് അറിയാൻ വേണ്ടി പറയുന്ന ഒരു ഭാഗമാണ്. അതുകൊണ്ടാണ് അങ്ങനെയൊക്കെ ഞാനിപ്പോൾ പറഞ്ഞു തരുന്നത്. അത് ഒരു എന്താണ് ഒഫീഷ്യലായിട്ട് ഒരു നോട്ട്സ് ഇങ്ങനെ തരേണ്ട ആവശ്യമില്ല. പക്ഷേ ഞാൻ നിങ്ങൾ മറന്നു പോകാതിരിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ഓടിച്ചേർക്കുന്നത്. ചതുരം വരയ്ക്കുന്നു. ഓക്കെ, അപ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ വേണം എന്നുള്ള ഡയറി എന്നുള്ളത് വ്യക്തമായിട്ട് നമ്മൾ എഴുതി കഴിഞ്ഞു. ഇനി യാതൊരു സംശയവും ഇനി പബ്ലിക് എക്സാമിനേഷൻ വരെ ഈ കാര്യങ്ങൾ മനസ്സിലുണ്ടാകും. മാർച്ചിലെ പബ്ലിക് എക്സാം വരെ ഈ കാര്യങ്ങൾ മനസ്സിൽ ഉണ്ടായിരിക്കണം. അതിനാണ് ഇപ്പോൾ ഇതെല്ലാം എഴുതിയത്. എപ്പോൾ ചോദിച്ചാലും ഇത്രയും കാര്യങ്ങൾ മനസ്സിലുണ്ടായിരിക്കണം. എപ്പോൾ ചോദിച്ചാലും വെരി വെരി ഇമ്പോർട്ടൻസ്. 5 മാർക്കിൻ്റെ ചോദ്യമാണ് എക്സാമിനേഷൻ. ഡയറി 5 മാർക്കിൻ്റെ ഒരു ചോദ്യമാണ്. ഡെഫിനിറ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പോൾ എന്താണ് നമ്മൾ ഇനിയിപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് അപ്പോൾ കഴിഞ്ഞ ദിവസത്തെ ഡയറി അതിൽ നമ്മൾ തയ്യാറാക്കാത്ത ഏതാനും കുട്ടികൾ കാണും. അപ്പോൾ അവർ എന്ത് ചെയ്യണം? ഇത് എഴുതണം. ഈ ഡയറി കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞ എന്താണ് ചോദ്യം ഞാൻ പറഞ്ഞ ഡയറി തയ്യാറാക്കുകയും ചെയ്യും. അത് അത്രയേ ഉള്ളൂ. അതിൽ നിങ്ങൾ എന്താണ് ഡേ ആൻഡ് ഡേറ്റ് ചേർക്കണം. ഡേ ആൻഡ് ഡേറ്റ്. അപ്പോൾ ഇതിൽ നിങ്ങൾ എക്സാമ്പിളായിട്ട് ഞാൻ പറയും. ഫോർ എക്സാമ്പിൾ ഏതെങ്കിലും ഡേ ആൻഡ് ഡേറ്റ് ചേർത്താൽ മതി. എക്സാമിനാണെങ്കിലും ഏതെങ്കിലും ഡേ ആൻഡ് ഡേറ്റ് ചേർത്താൽ മതി കേട്ടോ. 25/11/2021 25 നവംബർ 20 എന്താണ് 2021 2021 ഫോർ എക്സാമ്പിൾ. അപ്പോൾ രവിവാർ അല്ലെങ്കിൽ ശനിവാർ എഴുതിക്കോ. എളുപ്പമുണ്ട്. ശനിവാർ തന്നെ ബുധവാർ എളുപ്പമുണ്ട്. സോമവാർ ഏതാ എളുപ്പമുണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എഴുതാം കേട്ടോ. ഞാൻ എക്സാമ്പിൾ പറയുന്നു. അപ്പോൾ ശനിവാർ എളുപ്പമുണ്ട്. തെറ്റുകൂടാതെ ശനിവാർ അല്ലെങ്കിൽ ബുധവാർ എളുപ്പമുള്ള എഴുതിക്കൂടാ. ശനിവാർ 25/11/2021 അത്ര എഴുതിയില്ലേ? ഞാൻ നിങ്ങൾ ഹോംവർക്ക് ചെയ്യുമ്പോൾ ചെയ്യേണ്ട കാര്യങ്ങളാണ്. ഹോംവർക്ക് ഇങ്ങനെ പറഞ്ഞു തരേണ്ടതല്ല, നിങ്ങൾ സ്വന്തമായിട്ടാണ് തരുന്നത്. പക്ഷേ ഞാനിപ്പോൾ പറഞ്ഞു തരികയാണ്. നിങ്ങളത് ചെയ്ത് എഴുതി എനിക്ക് അയച്ചു തരണം. അപ്പോൾ ഡേ ആൻഡ് ഡേറ്റ് ചേർത്തു. പിന്നെ ആജിക്കാദിൻ ഖുഷിക്കാദിൻ ഇന്ന് വളരെ സന്തോഷപ്രദമായ ദിവസമാണ്. ഇത് ഏത് ഡയറിയിൽ പ്രയോഗിക്കാറുണ്ട്? ആജിക്കാദിൻ ഖുഷിക്കാദിൻ ഏതാണ്ട് 95% ഡയറിയിലും നമുക്ക് എന്ത് പ്രയോഗിക്കാം? ഈ ആജിക്കാദിൻ ഖുഷിക്കാദിൻ ചേർക്കാം. വളരെ റെയർ കേസിൽ മാത്രം ദുഃഖിക്കാദിൻ വരും കേട്ടോ. വളരെ റെയറായിട്ട് ഏതാനും ചില പാഠങ്ങളിൽ അങ്ങനെ വരുന്നുണ്ട്. ഭൂരിപക്ഷം ഭാഗവും നമ്മൾ എന്താണ് ആജിക്കാദിൻ ഖുഷിക്കാദിൻ ചേർക്കാം. അത്ര ഇത് എല്ലാത്തിനും ആജിക്കാദിൻ ഖുഷിക്കാദിൻ. ഖുഷി മീൻസ് എന്താണ്? സന്തോഷം. ഖുഷിക്കാദിൻ കൂടാതെ ഖുഷിക്കാദിൻ ആജിക്കാദിൻ ഖുഷിക്കാദിൻ. നെക്സ്റ്റ് എന്താണ്? പിന്നെ നെക്സ്റ്റ് നമ്മൾ എഴുതേണ്ടത് ആജിക്കാദിൻ ഖുഷിക്കാദിൻ അതിനുശേഷം നമ്മൾ എഴുതേണ്ട എന്താണ്? ഇനി നമ്മൾ ഈ ചോദ്യത്തിനനുസരിച്ചുള്ള കാര്യങ്ങളാണ് ഇനി എഴുതേണ്ടത്. അപ്പം ഞാൻ ആദ്യം നിങ്ങളോട് ചോദ്യം പറഞ്ഞത് ഈ പാരഗ്രാഫിൽ നിന്നാണ് അല്ലേ? ഈ ആദ്യത്തെ പാരഗ്രാഫ് എന്ന് എഴുതാനാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ അതിൽ നിങ്ങൾക്ക് എന്താണ് അതിലെ സാഹചര്യം എന്താണ്? മഴക്കാലത്തിൻ്റെ പ്രത്യേകതകളാണ് അതിനകത്ത് പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ അത് മാത്രമേ എഴുതിയാൽ മതി. ഞാൻ ജസ്റ്റ് എന്താണ് ബാദൽ ബറസ് ലിയേ थे. പിന്നെ എന്താണ് സാര ആകാശ് മേഘോം സേ പരാത്ത ആകാശം മേഘാവൃതമായിരുന്നു. പിന്നെ ഗീലി ഹവായം ഇതറുതർ പൂക്കി തണുത്ത കാറ്റ് വീശിക്കൊണ്ടിരുന്നു. പേടൊക്കെ തന്നെ ഗീലത്തെ വൃക്ഷങ്ങൾ നനഞ്ഞിരുന്നു. പിന്നെ നമുക്ക് എന്താണ് बारिश की हरियाली गंध खुली हुई थी. वहाँ बारिश की गंध खुली हुई थी.
മഴക്കാലത്തിൻ്റെ ഗന്ധമുണ്ടായിരുന്നു. ഇത്രയും മതി. ഇത് ഞാൻ ഈ പറഞ്ഞ ഇത് നിങ്ങൾ ഈ പാഠഭാഗത്തു നിന്ന് തന്നെ പറഞ്ഞതായിട്ട് വേറെ സ്വന്തമായിട്ടൊന്നും ഞാൻ പറഞ്ഞില്ല. ഈ പാഠഭാഗത്തു നിന്നുള്ള ഭാഗങ്ങൾ തന്നെ ഡയറി ആയിട്ട് ഞാനിപ്പോൾ പറഞ്ഞു തന്നതാണ്. കണ്ടായിരുന്നു നിങ്ങൾ പുസ്തകം? നിങ്ങളതിൽ ഓൺലൈൻ പുസ്തകം കാണുമല്ലോ. അപ്പോൾ ഓൺലൈനായിട്ട് നിങ്ങളെല്ലാം ഡൗൺലോഡ് ചെയ്ത് കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ പാരഗ്രാഫിൽ നിന്ന് തന്നെയാണ് ഇപ്പോൾ എന്താ ഇത് ഞാൻ പറഞ്ഞു തന്നെ, അല്ലാതെ വേറെ ഒന്നും പറയണം. അപ്പോൾ അത് സിമ്പിളായിട്ട് നിങ്ങൾക്ക് നോക്കി എഴുതിയാൽ പാഠഭാഗം. അപ്പോൾ ഇത്ര എഴുതി ചതുരം വരച്ചു, ഡയറി കംപ്ലീറ്റ് ആയി. അപ്പോൾ ഇതുപോലെ എഴുതാത്ത കുട്ടികളെല്ലാം എഴുതി അടുത്തത് ക്ലാസ്സിൽ എനിക്ക് എഴുതി അയക്കണം. എഴുതി അയക്കുമ്പോൾ എല്ലാ കുട്ടികളും A to Z എല്ലാ കുട്ടികളും ചെയ്തോളാം. എന്ത് ഫുൾ നെയിം, പിന്നെ ഫുൾ നെയിം, പിന്നെ സ്റ്റാൻഡേർഡ്, ഡിവിഷൻ, ഡേറ്റ്, ഇത്രയും കാര്യങ്ങൾ മസ്റ്റായിട്ട് ഉണ്ടായിരിക്കും. ഓക്കെ, അതിനുശേഷം അയച്ചേക്കാം ഫോട്ടോ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് എന്നുള്ളത്. സെക്കൻഡ് പാരഗ്രാഫ് നമ്മൾ പഠിച്ചിരുന്നു. അപ്പോൾ 2 പാരഗ്രാഫാണ് നമ്മൾ പഠിച്ചില്ല ലെസണിൽ. പിന്നെ ഗ്രാമർ ഉണ്ടായിരുന്നു. എല്ലാം ഓർമ്മയുണ്ടെന്ന് വിചാരിക്കുന്നു. പാഠഭാഗം പല പ്രാവശ്യം വായിക്കണം, ഹോംവർക്ക് ചെയ്യണം. അങ്ങനെ പല പ്രാവശ്യം നിങ്ങൾ എഴുതുകയും വായിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ ഈ നേരത്തെ പഴയ പുസ്തകത്തിൽ ഒരു ഭാഗം ഉണ്ടായിരുന്നു. ഞാനൊക്കെ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ ഈ ഹിന്ദിയിൽ ഇങ്ങനെയായിരുന്നു ഒരു ഭാഗം. പിന്നെ കുറേ നാളത്തേക്ക് അങ്ങനെ ഒരു ഭാഗം ഉണ്ടായിരുന്നു. പിന്നെ ഈ നിങ്ങളുടെ പുതിയ മെത്തേഡിൽ വന്നപ്പോഴാണ് മാറ്റം വന്നത്. ബാർ ബാർ പഠോ ഔർ ലിഖോ, അങ്ങനെ ഒരു ഭാഗം ഉണ്ടായിരുന്നു. ബാർ ബാർ പഠോ ഔർ ലിഖോ എന്ന് പറഞ്ഞാൽ എന്താണ്? പല പ്രാവശ്യം വായിക്കുകയും എഴുതുകയും ചെയ്യൂ. അതിപ്പോൾ പുതിയ മെത്തേഡാണെങ്കിൽ ഏത് മെത്തേഡാണെങ്കിലും ശരിയാണ്. ഇപ്പോഴത്തെ പുസ്തകത്തിൽ അത് പറഞ്ഞിട്ടില്ല മാത്രം. ബാർ ബാർ പഠോ ഔർ ലിഖോ എന്ന് പറഞ്ഞാൽ പല പ്രാവശ്യം വായിക്കുകയും എഴുതുകയും ചെയ്യൂ. പുസ്തകത്തിൽ തന്നെ നിർദ്ദേശം ഉണ്ടായിരുന്നു. ഇപ്പോൾ അങ്ങനെ പറഞ്ഞിരുന്നേ ഉള്ളൂ. അത് തന്നെയുണ്ട് നിർദ്ദേശം. അണ്ടർസ്റ്റുഡാ? ബാർ ബാർ പഠോ ഔർ ലിഖോ, പല പ്രാവശ്യം വായിക്കുകയും എഴുതുകയും ചെയ്യണം കേട്ടോ. അതിന് മാറ്റമില്ല. അപ്പോൾ അത് ശ്രദ്ധയിലുണ്ടായാലും പല പ്രാവശ്യം എഴുതി വായിക്കുകയൊക്കെ ചെയ്ത് അടുത്ത ക്ലാസ് തയ്യാറായിട്ട് വരിക. നല്ല ദിവസം ആശംസിക്കുന്നു. താങ്ക് യു.